അയാൾ തന്നെയാണ് ശേഖരൻ മുതലാളി. ബെൻസിന്റെ വീല് ഷേക്കാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് ചെന്ന് പണിയെടുക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ ശ്രീധരനില്ല. പണ്ടൊക്കെ ശ്രീധരൻ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ മലയാളുടെ വീട്ടിൽ കയറി ഇറങ്ങലായിരുന്നല്ലോ പണി. മലയാളുടെ മോളെ കെട്ടിച്ചേരാത്തതിലുള്ള ദേഷ്യല്ലേ ശ്രീരേട്ടന്? പോടാ അതൊന്നുമല്ല. അത് പോട്ടെ, നോണ പറയാതെ ശ്രീരേട്ടാ. മോളെ കെട്ടിച്ചേരാത്ത അല്ല പ്രശ്നം. അതിനയാൾ പറഞ്ഞ കാരണങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ മോള് ഗ്രാജുവേറ്റ് ആണ്, ശ്രീധരൻ വെറും 10ാം ക്ലാസ് ആണ്. അതെ, ശ്രീധരൻ 10ാം ക്ലാസ് ആണ്. പക്ഷേ ശ്രീധരൻ ഒരു ഗ്രാജുവേറ്റിനെ കെട്ടുകയും ചെയ്യും. നല്ല മണി പോലത്തെ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുടെ അച്ഛനാകുകയും ചെയ്യും. അതെ, പണി ശ്രീധരേട്ട പോവല്ലേ? നിങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഒരുപാട് പണിയുണ്ട്. ശ്രീധരേട്ടൻ ഉണ്ടല്ലേ കളിക്ക് ഉഷാറുണ്ടാവുള്ളൂ. ഇവിടത്തെ കോന്തന്മാരെ വിശ്വസിച്ച് ഒരു വഴിക്ക് ഇറങ്ങാൻ നോക്കൂല. കണ്ണു തെറ്റി ആകെ കൊളാക്കും. ഇന്നലെ ശ്രീധരേട്ടൻ എന്താ ക്ലബിൽ വരായിരുന്നത്? നാടകത്തിൽ ഹീറോ ആവണമെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ആനിവേഴ്സറി അടുത്തില്ലേ, നല്ലൊരു നാടകം സെലക്ട് ചെയ്ത് റിഹേഴ്സൽ തുടങ്ങട്ടെ. ഞാൻ രാത്രി വരാം. കരി പിടിച്ചാത്മാവ് എന്നൊരു നാടകമുണ്ട്, കരക്കേട്ടില്ല, കരഞ്ഞു പോവും. അതിലെ രമേശൻ ശ്രീധരേട്ടൻ കലക്കാം. ലവ് സീൻ ഉണ്ടോ? ലവ് സീൻ അങ്ങനെയില്ല, രമേശൻ ക്ഷയരോഗിയാ. ആ കളി വേണ്ട, ക്ഷയരോഗം. നല്ല ലവ് സീനും പാട്ടും ഒക്കെ ഉള്ള റോൾ ഉണ്ടെങ്കിൽ മതി, നമുക്ക് സെലക്ട് ചെയ്യാന്നേ. നാടകം കണ്ടാലേ പെണ്ണുങ്ങളെല്ലാം കൂടി ഓടി വന്ന് ശ്രീധരേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ അങ്ങനെയുള്ള റോള് ചെയ്താൽ മതി. എന്നാ പിന്നെ നമുക്ക് വല്ല നീ എങ്ങോട്ട്? ഇന്നൊരു 2 ഗെയിം കളിക്കണം, നടുവന്ന് നിവർത്തണം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആ മാർക്ക് 4ന്റെ എഞ്ചിൻ ഒന്ന് അയക്കണം, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അയച്ചിടത്തുള്ള എഞ്ചിനെല്ലാം മതി. ചൂടാകാതെ നാരായണ, നമുക്ക് ഒരുമിച്ച് പോവാം. നിങ്ങൾ ചെല്ലേ, ഞങ്ങൾ വന്നേക്കാം. ശ്രീധരേട്ട നമുക്ക് പോവാം. ചെല്ലു, അത് നോക്ക്, കളിക്കാൻ പോണ്ടേ?